നമസ്കാരം. ഞാൻ കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ. ഐലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനൽ ഇന്ന് 3ാമത്തെ എപ്പിസോഡാണ്. കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും. കഴിഞ്ഞ 2 എപ്പിസോഡിനും നിങ്ങൾ വളരെ ഗംഭീരമായ സ്വീകരണമാണ് തന്നത്. തീർച്ചയായിട്ടും 3ാമത്തെ എപ്പിസോഡ് നിങ്ങളുടെ അനുവാദത്തോടെ ആരംഭിക്കുന്നു. അങ്ങനെ അപ്പൂപ്പനെ ഈ ജാതി ചിന്തയിൽ നിന്നും പൂർണ്ണമായിട്ടും എൻ്റെ അച്ഛന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അപ്പൂപ്പൻ്റെ മരണകാലം വരെ അച്ഛൻ സ്വന്തം പിതാവിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു അപ്പൂപ്പനെ ശുശ്രൂഷിച്ചത്. 95ാമത്തെ വയസ്സിലായിരുന്നു അപ്പൂപ്പൻ ഈ ലോകത്തിനോട് യാത്ര പറയുന്നത്. 90ാമത്തെ വയസ്സായപ്പോൾ അദ്ദേഹം ലോകശയിലായി. പിന്നുള്ള ആ 5 വർഷക്കാലം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. കാലത്തെ തന്നെ അച്ഛൻ പള്ളിക്കൂടത്തിലേക്ക്, അന്ന് അധ്യാപകനാണ്, പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് അപ്പൂപ്പൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും. കാരണം ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാനും അച്ഛനോടൊപ്പം അന്ന് അച്ഛൻ പഠിപ്പിക്കുന്ന പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥിയാണ്. ആ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനോടൊപ്പം എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയാണ്. ആ മുറി വൃത്തിയാക്കുന്നതും ഷീറ്റ് മാറ്റുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണോ ഒരു നേഴ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പൂപ്പനെ അച്ഛൻ ശുശ്രൂഷിച്ചു. അമ്മ പലപ്പോഴും എന്നോട് പറയും, നിൻ്റെ അച്ഛൻ ഈ വയസ്സുകാലത്ത് ഒരുപാട് ദുഃഖമറിയില്ല. അത് സത്യമായിരുന്നു. അങ്ങനെ മരണസമയം വരെ അപ്പൂപ്പനെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി. അങ്ങനെയുള്ളൊരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു എൻ്റെ അച്ഛൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അമ്മ വീട്ടിൽ താമസം ആരംഭിച്ചു. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അച്ഛൻ 100ാമത്തെ വയസ്സിലായിരുന്നു അച്ഛൻ ഈ ലോകത്തിനോട് യാത്ര പറയുന്നത്. ഇന്നേക്ക് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 98 വയസ്സായപ്പോൾ അച്ഛൻ്റെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചു. എല്ലാ വർഷവും ആ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. 98ാമത്തെ വയസ്സ് തികഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും വീട്ടിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 8 മക്കൾ, അതും 6 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. ഞാനാണ് ഏറ്റവും മൂത്തത്, ഏറ്റവും ഇളയത് അനിയൻ. ബാക്കി അതിൻ്റെ ഇടയിലാണ് 6 സഹോദരിമാർ. അപ്പോൾ ഇന്ന് എല്ലാവരും വിവാഹം കഴിഞ്ഞു. മക്കളും ഒക്കെ ആയിട്ട് കഴിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടി, എൻ്റെ മരുമക്കളും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഉച്ചനേരത്തെ ഭക്ഷണവും മറ്റ് കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അരികിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അമ്മയും രോഗിയാണ്. ഏതാണ്ട് ഒരു എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. കുളിമുറിയിലൊക്കെ പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി അടുത്ത് കൂടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഓരോ തമാശകൾ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, അച്ഛനമ്മയെ കല്യാണം കഴിക്കാനെല്ലാം തീരുമാനിച്ചു. കല്യാണത്തിന് ഒരാഴ്ചയേ ഉള്ളൂ. ആ ഒരാഴ്ച ഉള്ളപ്പോൾ അമ്മ ഇങ്ങനെ പാവാടയും ബ്ലൗസും ഒക്കെ ധരിച്ച് 16 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്തൊരു പെണ്ണിങ്ങനെ എവിടെയൊക്കെ ഓടിച്ചാടിയായിരുന്നല്ലോ നടന്നത്. അങ്ങനെ ഓടിച്ചാടി നടന്നപ്പോൾ അമ്മയുടെ ആ മനസ്സിലെ വികാരം എന്തായിരുന്നു? കാരണം വെറും 7 ദിവസം മാത്രമുള്ളപ്പോൾ അമ്മയുടെ മനസ്സിൻ്റെ, ഇനി കല്യാണത്തിന് 7 ദിവസമേ ഉള്ളൂ, അമ്മയുടെ മനസ്സിൻ്റെ വികാരം എന്തായിരുന്നു? അത് കേട്ട പാടെ തന്നെ അമ്മ എന്നെ ഒന്ന് ആട്ടി. കഴിവേറിക്ക മോനെ, എൻ്റെ മനസ്സിൻ്റെ വികാരം എന്താണെന്ന് നിനക്കറിയണമല്ലേ? അത് കേട്ടപ്പോൾ ഞാൻ പെങ്ങന്മാരുടെ അടുത്ത് പറഞ്ഞു, എടീ, കല്യാണത്തിന് ഒരാഴ്ച ഉള്ളപ്പം, വെറും 7 ദിവസം മാത്രമുള്ളപ്പം ഈ ഇരിക്കുന്ന അമ്മച്ചിയുടെ മനസ്സിൻ്റെ വികാരം എന്തായിരുന്നു നിനക്കറിയോ? 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. അത് കേട്ട മാത്രമേ അമ്മ അടുത്ത് കിടന്ന തലേണി എടുത്ത് തന്നെ അടിക്കാൻ വേണ്ടി ഓങ്ങി. പക്ഷെ ആ അമ്മ എനിക്കൊരുപാട് സ്നേഹം തന്ന, എന്നെ കാതികനാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച, എൻ്റെ പാർട്ടിക്കാർക്കെല്ലാം ആഹാരം വെച്ചു വിളമ്പി കൊടുത്ത, എന്നെ ഒരുപാട് ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ച, 8 മക്കളെയും സ്നേഹിച്ച ഞങ്ങളുടെ അമ്മ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന മഹാമാരി എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എൻ്റെ മാതാപിതാക്കൾ എന്നെ വിട്ടുപോയി.
ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ വിവാഹശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ താമസം ആരംഭിച്ചു. പിന്നെ അവിടെ നിന്നായിരുന്നു അച്ഛൻ നാടകത്തിന് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അച്ഛൻ നാടകം കളിച്ചുകൊണ്ടിരുന്നത് എറണാകുളം ജില്ലയിലുള്ള അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ നാടക സമിതിയിലായിരുന്നു. ആ നാടക സമിതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗാനഗന്ധർവനായ നമ്മുടെയൊക്കെ അഭിമാനമായ ശ്രീ യേശുദാസിൻ്റെ പിതാവ് ശ്രീ അഗസ്റ്റിൻ ജോസഫിനോടൊപ്പം ശ്രീ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരോടൊപ്പം, അതുപോലെ തന്നെ തിക്കുറിശ്ശിയുടെ നാടക സമിതി, അതിലൊക്കെ അച്ഛൻ അഭിനയിക്കുന്ന കാലമായിരുന്നു. നമ്മുടെ തിക്കുറിശ്ശി സുകുമാരൻ നായർ സാറിൻ്റെ നാടകത്തിൽ സിനിമാ നടനായ നമ്മുടെ ആദ്യകാല നായകനായിരുന്ന തിക്കുറിശ്ശിയുടെ സമിതിയിലും അച്ഛൻ 2 വർഷക്കാലം അഭിനയിച്ചു. ഇതിനൊക്കെ ശേഷമായിരുന്നു അച്ഛൻ കിടാമംഗലം സദാനന്ദൻ എന്ന കഥാപ്രസംഗ ചക്രവർത്തിയുടെ ട്രൂപ്പിൽ നാടകാഭിനയത്തിനെത്തുന്നത്. 2 വർഷക്കാലം അവിടെ അഭിനയിച്ചു. ഞാൻ ആദ്യമായിട്ട് കിടാമംഗലത്തിനെ കാണുന്നത് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ചേർന്നമംഗലം ക്ഷേത്രം. ആ കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു RKV മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥനായ ശ്രീ ദാമോദരൻ മുതലാളി. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണ് ചേർന്നമംഗലം ക്ഷേത്രവും മറ്റൊന്ന് കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാഴ്വേലിക്കോണം ക്ഷേത്രവും. ഈ 2 ക്ഷേത്രത്തിലും സ്ഥിരമായി കഥാപ്രസംഗം നടത്തുന്നത് കിടാമംഗലം സദാനന്ദനാണ്. അവിടെ സംഗീത കച്ചേരി നടത്തുന്നത് എൻ്റെ പിതാവാണ്. അങ്ങനെ ഈ 2 ക്ഷേത്രത്തിനുള്ള പരിപാടിക്ക് ഒരു ദിവസം അച്ഛൻ എന്നെ കൂടി കൊണ്ടുപോയി ചേർന്നമംഗലം ക്ഷേത്രത്തിൽ. അച്ഛൻ്റെ പിറകിലിരിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല, ചെറിയ ഓർമ്മ മാത്രം. 5 വയസ്സുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പലരും ഓർക്കാറുണ്ടല്ലോ, അതുപോലെ എനിക്ക് ചെറിയ ഓർമ്മ മാത്രമാണ്. അവിടെ ഇരുന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ പിറകിലിരിക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറേ പേര് വന്ന് പിറകിൽ കസേരയിൽ ഇരുന്നു. അപ്പം ഞാനിങ്ങനെ ഒന്ന് നോക്കി. എനിക്കാരും അറിയില്ല, ആരുടെയും സൗന്ദര്യമൊന്നും ആസ്വദിക്കാവുന്നുള്ളൊരു പ്രായമായില്ല. എങ്കിലും നല്ല വെളുത്ത് കൊഴുത്ത ഒരാൾ വന്ന് ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കച്ചേരി തീർന്നു. അച്ഛൻ എഴുന്നേറ്റു, എന്നെയും കൊണ്ട് നേരെ ഇവരുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആ ആളിനോട് പറഞ്ഞു, ഇതാണ് ഇന്ന് കഥ പറയുന്ന ആ കിടാമംഗലം സദാനന്ദൻ. ഞാൻ അത്ഭുതത്തെ പോലെ നോക്കി, അത്ഭുതം കാണുന്ന പോലെ നോക്കുകയാണ്. എനിക്കറിയില്ലല്ലോ, കഥാപ്രസംഗം എന്തെന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി, ഇതാണ് മൂത്ത മകൻ. അങ്ങനെ എന്നെ അടുത്ത് പിടിച്ച് ചേർത്ത് നിർത്തി പേരെന്തെന്നൊക്കെ ചോദിച്ചു എന്നാണ് എൻ്റെ ഊഹം. ഇതൊക്കെയോ ചോദിച്ചു. പക്ഷെ ആ ഓർമ്മ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു നല്ല തുടക്കമായിരിക്കാം. കാരണം ആദ്യമായി കഥാപ്രസംഗം അതിൻ്റെ കുലപതിയെ തന്നെ എന്നെ കെട്ടിപ്പിടിക്കാനായിട്ടും എനിക്ക് അടുത്തിരിക്കാനായിട്ടും ഒക്കെ ഭാഗ്യമുണ്ടായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കിടാമംഗലത്തിനെ ഞാൻ കാണുന്നത്, ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞങ്ങൾ എൻ്റെ അമ്മയുടെ ക്ഷേത്രമാണ് ആറ്റിങ്ങൽ കിടുത്തട്ട് ക്ഷേത്രം. അവിടെ അന്നൊരു തൂക്കവില്ല് വെച്ചായിരുന്നു. തൂക്കവില്ലെന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വലിയ ക്ഷേത്രങ്ങളിൽ, ഈ കാളിയൂട്ടൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലും വലിയ അമ്പലങ്ങളിലൊക്കെ ഈ തൂക്കവില്ലെന്ന് പറയുന്ന ആ ഒരു ചടങ്ങുണ്ട്. അത് ഇപ്പോഴൊക്കെ വെക്കണമെങ്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-15 ലക്ഷം രൂപയെങ്കിലും വേണം അങ്ങനെ ഒരു തൂക്കവില്ലൊരു ക്ഷേത്രത്തിൽ സ്ഥാപിക്കുക. അപ്പം അമ്മയുടെ ഒരു വഴിപാടായിരുന്നു ഇങ്ങനെ ഒരു തൂക്കവില്ല് വെക്കാനായിട്ട്. അപ്പോൾ ആ തൂക്കവില്ല് വെക്കുന്നതിന് വേണ്ടി അതിൻ്റെ തടിയെടുത്തത് ഞങ്ങൾ അന്ന് 10 ലക്ഷം രൂപ കേരള ഗവൺമെൻറ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയത് കിളിമാനൂരുള്ള ഒരു 10 ലക്ഷം ഗോപി എന്ന് പറഞ്ഞ ആളിനായിരുന്നു. അദ്ദേഹത്തിന് തടിക്കടയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്ന കുട്ടിയാണെങ്കിലും എന്നെ കൂടി കൊണ്ടുപോയി ആ തടിക്കടയിൽ ചെന്നു. അവിടെ നിന്ന് അതിൻ്റെ ഈ ഒറ്റത്തടിയാണ് ഈ തൂക്കവില്ലിന് തൂങ്ങുന്ന ആ ഒറ്റത്തടിയിലുള്ള ഇതിലാണ് ഈ 2 അപ്പുറവും ഇപ്പുറവും 3 പേരെയൊക്കെയാണ് കെട്ടി തൂക്കുന്നത്. എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റാകെ ഇങ്ങനെ 10-50 പേര് നിന്ന് വടത്തിൽ വലിച്ചു കൊണ്ടുപോകുന്ന ആ ചടങ്ങാണ്. തൂക്കവില്ലെന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അതിൻ്റെ തടിയൊക്കെ എടുക്കാനായിട്ട് പോയി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചതിൻ്റെ പേരിൽ കിളിമാനൂർ ആ ഒരു ഇതിൽ യേശുദാസിൻ്റെ ഒരു ഗാനമേളയും അതുപോലെ തന്നെ അതിനുശേഷം കിടാമംഗലത്തിൻ്റെ കഥാപ്രസംഗമാണ്. അപ്പോൾ ഞാൻ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് കിടാമംഗലത്തിനെ കാണുകയാണ്. ഞാനും അച്ഛനും ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നടന്നാണ് ഈ കിളിമാനൂരുള്ള പറമ്പിലെത്തുന്നത്. അപ്പോൾ 10,000 കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി കിടക്കുന്നു. ഗാനമേള തകർത്ത് നടക്കുകയാണ്.
ഞങ്ങൾ ചെല്ലുമ്പോൾ യേശുദാസ് പാടുന്ന പാട്ട് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂടെ വീടേ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂടെ വീടേ, കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ കൂടെ വരൂ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്ക് തന്നാട്ടെ, വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ നിന്റെ പുല്ലാങ്കുഴലെനിക്ക് തന്നാട്ടെ, കാട്ടാറിൻ കടവത്ത് കണ്ണാടിക്കടവത്ത് കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടെ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂടെ വീടേ. ഞാനങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ യേശുദാസിൻ്റെ കച്ചേരി അവസാനിക്കാറായി. ജനമൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഏതറ്റം വരെയാണ് ജനം കിടക്കുന്നതെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. കാരണം യേശുദാസിൻ്റെ ആ ഒരു പുഷ്കര കാലമാണത്. എന്തായിരുന്നാലും അന്ന് അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ കേട്ടു. ഞാൻ ഇപ്പോഴേ എൻ്റെ മനസ്സിലങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. എങ്കിലും അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇവിടെ ആരും കാണില്ല. യേശുദാസിൻ്റെ ഗാനമേളയ്ക്ക് ശേഷം പിന്നെ അവിടെ ഇരിക്കുന്ന ആരാ? പക്ഷേ ആ ഇരുന്ന ജനം മുഴുവൻ ഇരിക്കുകയാണ്. അടുത്ത കടാമംഗലത്തിൻ്റെ കഥാപ്രസംഗമാണ്. ഞാനും അച്ഛനോടൊപ്പം ചെന്ന് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ചെന്നിരുന്നു. അതിനു മുമ്പ് തന്നെ കടാമംഗലത്തിനെ ചെന്ന് കണ്ടു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പഠിക്കുന്നവരൊക്കെ പറഞ്ഞു. വന്ന് സ്റ്റേജിൻ്റെ മുമ്പിലുള്ള സ്ഥലത്ത് തറയിലാണെന്നിരിക്കുന്നത്. ഇതെപ്പോഴാണല്ലോ എല്ലാ ഉത്സവപ്പറമ്പിലും ഫ്രണ്ടിൽ കസേര കൊണ്ടെടുത്തത്. അന്നാത്ത അവിടെ ഇരുന്നു. ഇങ്ങനെ കഥാപ്രസംഗം തുടങ്ങി. പറഞ്ഞ കഥ കർണനായിരുന്നു. എൻ്റെ മനസ്സിൽ ആ കഥ ഇങ്ങനെ ഓളം വെട്ടുകയാണ്. എന്തൊരു ഊർജമായിരുന്നു ആ കഥയ്ക്ക്. ഓരോ രംഗങ്ങളും പറയുന്ന ആ സ്റ്റൈല്. അതുപോലെ തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പലപ്പോഴും തനിയെ പറയുന്ന ഭാഗമാണത്. ആ ഒരു കുന്തിയും കർണനും തമ്മിൽ അവസാനം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് കാണുന്ന ആ രംഗത്ത് എല്ലാത്തിനും കർണൻ ഒരിക്കൽ പോലും അമ്മയുടെ ഉപദേശം അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷേ അമ്മയ്ക്ക് 5 മക്കളെ ഉണ്ടാകും. കർണ, നീ എൻ്റെ മകനാണ്, ഞാനാണ് നിന്നെ പ്രസവിച്ചത്, ഞാൻ നിൻ്റെ അമ്മയാണ്, സൂര്യദേവനാണ് നിൻ്റെ അച്ഛൻ. ഇതെല്ലാം പറഞ്ഞപ്പോഴും അതുകൊണ്ട് നീ നിൻ്റെ സഹോദരന്മാരെ കൊല്ലരുത്, അവരോട് നീ യുദ്ധം ചെയ്യരുത്. അപ്പോൾ കർണൻ പറയുന്നൊരു വാക്കുണ്ട്, അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയുടെ മക്കളെ കൊല്ലില്ല, അർജുനനെ ഒഴിച്ച്. അങ്ങനെ ഞാൻ അർജുനനെ കൊന്നാലും അമ്മയ്ക്ക് 5 മക്കളാണ്. അതുകൊണ്ട് അമ്മ ദുഃഖിക്കേണ്ട, അമ്മ പൊയ്ക്കൊള്ളൂ. അവസാനം ഒരൊറ്റ ചോദ്യം തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട് കർണൻ, അമ്മേ, ഞാൻ മരിച്ചു വീഴുമ്പോൾ അമ്മ എന്നെ ഒന്ന് മോനെ എന്നൊന്ന് ഉറക്കെ വിളിക്കുമോ? എന്നിട്ടത് വിളിക്കില്ല. അമ്മയ്ക്കൊരിക്കലും വിളിക്കാൻ കഴിയില്ല. എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ അപമാനിതനായിട്ടുണ്ട്. കുതിരക്കാരൻ്റെ മകനെന്നും സൂതപുത്രനെന്നും ഒക്കെ വിളിച്ച് കൊട്ടാരത്തിൽ വെച്ച് എല്ലാവരും ആക്ഷേപിച്ചപ്പോഴും അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. അമ്മയ്ക്കൊന്ന് വിളിക്കാമോ എന്നെ മോനെ എന്ന്? മരണശൈലിയിലേക്ക് ഞാൻ കിടക്കുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ മോനെ എന്നൊന്ന് വിളിക്കാമോ? ഇല്ലമ്മേ, പെറ്റ മകനല്ല എന്ന് നാട്ടുകാരുടെ മുഖത്ത് നോക്കി, ബന്ധുക്കാരുടെ മുഖത്ത് നോക്കി, സ്വന്തക്കാരുടെ മുഖത്ത് നോക്കി, മാലോകരുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്ന ഗതികെട്ട അമ്മയാണടാ മോനെ ഈ കുന്തി ദേവി. ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്തോ ഒരു അഭിനയമാണ്, എന്തൊരു വാക്ചാതുര്യമാണ്, എന്തൊരു പ്രസൻറ്റേഷനാണ്. സത്യത്തിൽ ഒരു കാഥികനാവാൻ എന്നെ പ്രേരിപ്പിച്ചത് അന്ന് കടാമംഗലത്തിൻ്റെ ആ കഥാപ്രസംഗമായിരുന്നു. മറക്കില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇത് ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞതാണ്, ഞാനിത് പിന്നെ കേട്ടിട്ടില്ല. അതെനിക്കിപ്പോഴും എൻ്റെ മനസ്സിലില്ല. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞാണ് ഞാൻ കാഥികനാവുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞത് ആ കഥാപ്രസംഗ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാവാഭിനയം, ഇത്രയും ഭാവാഭിനയം നടത്തുന്ന ഒരു കാഥികനുമില്ല. ചിലർ പറയും എന്തിനാണ് അഭിനയം? എന്നാൽ യഥാർത്ഥത്തിൽ കഥാപ്രസംഗം എന്ന് പറയുന്നത് അതാണ്. ഏറ്റവും നന്നായി അഭിനയിക്കുന്നവനായിരിക്കണം കാഥികൻ, ഏറ്റവും നന്നായി പാടാൻ കഴിവുള്ളവനായിരിക്കണം കാഥികൻ, ഏറ്റവും നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ളവനായിരിക്കണം കാഥികൻ.
ഇതിലേതെങ്കിലും ഒന്നിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ കാഥികൻ പൂർണ്ണ കാഥികനാണെന്ന് പറയാൻ കഴിയില്ല. ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥാപ്രാസംഗികനാണ് ശ്രീ കിടാമംഗലം. സാംബസാറിനെ കുറിച്ച് ഇനി പറയാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ കിടാമംഗലം എന്ന് പറയുന്ന കാഥികൻ്റെ സമിതിയിലായിരുന്നു എൻ്റെ അച്ഛൻ അഭിനയിച്ചിരുന്നത്. എനിക്കേതാണ്ട് ഞാൻ നേരത്തെ കിടാമംഗലത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ്റെ ഒരു നാടകം കണ്ട ഒരു ഓർമ്മയുണ്ട്. എന്തൊക്കെയോ ഒരു വേഗമായിട്ട് മാത്രമേ എനിക്കെൻ്റെ മനസ്സിലുള്ളൂ. അന്ന് ആറ്റിങ്ങലിനടുത്ത് ഉള്ള ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് അച്ഛൻ്റെ നാടകം നടക്കുന്നു. ആ നാടകത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്, പട്ടിൽ പൊതിഞ്ഞ തീക്കൊള്ളി. അപ്പോൾ ഈ നാടകം കാണാൻ ഞാനും അമ്മയും അമ്മുമ്മയും ഒക്കെ ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ അന്ന് ഒരുമിച്ചാണ് അവിടെ എത്തിയത്. ഞാൻ വളരെ കുട്ടിയാണ്, അമ്മയുടെയൊക്കെ മടിയിലിരുന്ന് നാടകം കാണാവുന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അന്ന് അതിനു മുമ്പായിട്ട് അച്ഛൻ്റെ സംഗീതം പഠിപ്പിച്ച 2 ആദ്യകാലത്തെ ശിക്ഷികളും, അത് ആറ്റിങ്ങൽ സിസ്റ്റേഴ്സ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒരു ഇരട്ട സഹോദരിമാരാണ്, പത്മിനിയും പിന്നെ മറ്റേ സഹോദരിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായിരുന്നാലും ഇവർ 2 പേരാണ്, ഇരട്ട പ്രസവിച്ചവരാണ്. 2 പേരെയും അച്ഛൻ സംഗീതം പഠിപ്പിച്ചു. അപ്പോൾ അവരുടെ സംഗീത കച്ചേരിയായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അച്ഛൻ പഠിപ്പിച്ച ശിഷ്യന്മാരാണ്. ഒരു 10-15 വയസ്സൊക്കെ പ്രായമുള്ളൂ. അവരൊക്കെ കൊടുത്തിരുന്നത് തന്നെ ഹാഫ് സാരിയൊക്കെ ആയിരുന്നു. വേഷമെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അത് മാത്രമല്ല, ഈ പത്മിനി എന്ന് പറയുന്ന അതിലെ മൂത്ത സഹോദരി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാടക നടനും സംവിധായകനും ഒക്കെ ആയ ആറ്റിങ്ങൽ അനിയുടെ അമ്മയാണ്. നാടക നടനായ അനിയുടെ മാതാവാണ് ഈ പത്മിനി എന്ന് പറയുന്ന സംഗീതജ്ഞൻ. അച്ഛൻ്റെ ആദ്യത്തെ ശിഷ്യകളാണ്. അപ്പോൾ ഇവർ 2 പേരും ഇന്നും ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ അവരെ പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായി. അച്ഛൻ്റെ നാടകം ഞാൻ എന്ത് കണ്ടെന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ ഇങ്ങനെ വന്ന് പാടുന്നതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ അച്ഛൻ്റെ നാടകം കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും കുറേ നാളുകൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ നാടകാഭിനയം നിർത്തി. കാരണം KPSCയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം വന്നപ്പോൾ പിന്നെ ഈ സംഗീത നാടകത്തിന് പ്രാധാന്യമില്ലാതെ വന്നു. കാരണം പിന്നെ സ്റ്റേജിൽ സംഗീത കച്ചേരി നടത്തണ്ട, അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ അച്ഛൻ നാടകം നിർത്തി, വെറും സംഗീത കച്ചേരി മാത്രമായി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തമ്മിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ ശ്രീ അയിലം ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ്. ഒരുപക്ഷെ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല, ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ്, അവ അനശ്വരമാണ്. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. അയിലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണമെന്നുള്ളതാണ്. കാണുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം എൻ്റെ പ്രിയങ്കരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷക വൃന്ദത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.